താങ്കൾ തന്ത്രി കൂടിയാണോ? ഏക ദളിത് തന്ത്രിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുടെ അംഗീകാരമുള്ള തന്ത്രി പാനൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യത്ത് തന്നെ നമ്മളേ ഉള്ളൂ ആ സമൂഹത്തിന് തന്ത്രിയായിട്ട്. അട്ടപ്പാടിയിൽ ആശ്രമം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? തീർച്ചയായും. ഈ ആശ്രമത്തിൽ വരുന്നവരാരൊക്കെയാ? അവിടുത്തെ മക്കൾ തന്നെ അവിടെയുള്ളവർ വരും, പുറത്തുനിന്നെല്ലാം കാണാൻ വരും. ഒരുപാട് ജനങ്ങളുണ്ടാവും ആശ്രമത്തില്? അങ്ങനെയില്ല, അങ്ങനത്തെ ഒരു സാധാരണ കാണാൻ മൾട്ടി സ്റ്റോറിയിൽ നിൽക്കുന്ന ഒരു വലിയൊരു അങ്ങനത്തെ പരിപാടിയല്ല. നമുക്കൊരു വലിയ ലെവലിൽ ആലോചിച്ചൂടെ? അതല്ല എന്റെ ഉദ്ദേശം അതല്ല. ഞാൻ എൻ്റെ ആത്മീയത, എൻ്റെ പ്രവർത്തനങ്ങൾ വെച്ചാൽ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ, അവർക്ക് ആത്മീയ സ്വാതന്ത്ര്യവും ആത്മീയ അവകാശമുണ്ട്. അതൊക്കെ മാറ്റിമറിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ആ കൾച്ചർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആത്മീയത മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ദേവസ്വം ബോർഡ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ അവസര സമത്വം വേണമെങ്കിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ വേണം. അതെനിക്ക് കിട്ടിയിട്ടുണ്ട്, അത് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ ആചാരങ്ങളാണ്. ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ മന്ത്രവാദവും കൂടോത്രവും പറയുന്നത് മുഴുവൻ ഞങ്ങളെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സ്വാമി എന്നൊക്കെ പറഞ്ഞ ഒരു ലുക്ക് ഇതുപോലൊക്കെ ആയിരിക്കണം. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ലുക്ക് ഇല്ല. സ്വാമിയാണോ? ആ ചോദ്യം ചോദിക്കുന്നവർ നമുക്ക് സാധാരണ ചോദിക്കും, സ്വാമിമാർ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ, താടിയും ചെടയും വേണ്ട? അപ്പം പറയും അതിനാണ് ബാബുസ്വാമി. മാത്രല്ല, ഞാൻ ശ്രദ്ധിച്ചപ്പോഴേ ഞാൻ ഇങ്ങോട്ട് കയറി വന്നു, നമ്മൾ ആദ്യം കാണുക ഒരു ദിലീപിന്റെ ലുക്ക് ഫേസിന്. അത് സ്ഥിരപ്പ ആൾക്കാർ പറഞ്ഞോണ്ട് സന്തോഷം. അതല്ല, ഈ താങ്കളത് ചോദിച്ച് കേട്ടാന്ന് അറിയില്ല, ലേശം ദിലീപ് സംസാരിക്കുന്നത്. അല്ല, അത് ആദ്യം തൊട്ടിട്ടേ എന്റെ സംസാരം ഇങ്ങനെ തന്നെയാണ്, അതങ്ങനെ തോന്നിപ്പോകുന്നത്. അപ്പൊ താടിയും ചെടിയും വെച്ച സന്യാസെങ്കിൽ അതാണ് ബാബുസ്വാമി. അല്ല, ഇതൊക്കെ ഇപ്പൊ ഇതെങ്ങനെ നടന്നു ചോദിക്കും, ഇയാൾക്ക് മുടി വെട്ടി നടന്നുകൊണ്ട് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ അതിനാണ് ബാബസ്വാമി. ഈ വേഷം ആദ്യം പോലെ ഇങ്ങനെ തന്നെയാണ്? അല്ല, നമ്മള് മൊട്ടയടിച്ച് കൗബീനം പോലും ഇല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം കൗബീൻ എടുത്തു വന്നു, വെള്ളയും എടുത്തു വന്നു, കാവ്യം എടുത്തില്ല, കറുപ്പെടുത്തു വന്നു, പല വസ്ത്രങ്ങളും ധരിച്ച് അവസാനം വെച്ചാൽ വേഷങ്ങളെ കണ്ടിട്ടാണ് ആൾക്കാർ എന്നെ വന്ദിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ വേഷത്തിലാണ് ആത്മീയതയെങ്കിൽ വേഷം എനിക്ക് വേണ്ട. ഇനി അടുത്ത ഭക്ഷണം വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ആണ് ആത്മീയതയെങ്കിൽ ആ വെജിറ്റേറിയൻ നിബന്ധന എനിക്ക് ഒരാൾ ഭക്ഷണം. അങ്ങ് എനിക്ക് ഭക്ഷണം തരാണ് വീട്ടിൽ വന്നത്, കഴിക്കുന്നത് തരണം. അങ്ങ് കഴിക്കുമെങ്കിൽ ഞാൻ കഴിക്കും, അല്ലാണ്ട് എനിക്ക് സ്പെഷ്യൽ തന്നാൽ ഞാൻ കഴിക്കില്ല. നിങ്ങൾ എന്ത് കഴിക്കും എന്നുവെച്ചാൽ ആർക്കും എന്തും കൊടുന്ന് തരാം. അതുകൊണ്ടാണ് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്കൊപ്പം എന്തും കഴിക്കും. അവിടെയാണ് ആളുകൾ ഈ സ്വാമി എന്നൊക്കെ പറഞ്ഞവർ ഒരേ പാറ്റേണിൽ ഇത് കണ്ടിരിക്കുകയാണ്, കാവി ജട തുണിയില്ലാതെയൊക്കെ. അവിടെ നമ്മൾ പറയണം, നമ്മൾ ഇതല്ലാണ്ട് ഇവിടെ ഒരു ആത്മീയത ആത്മാവിന്റെ അല്ലേ. അവിടെ എന്താ വെച്ചാൽ വസ്ത്ര നിയമങ്ങളോ ഭക്ഷണമൊന്നും പറയാത്ത ആത്മീയത ഈ ഭാരതത്തിൽ തന്നെ ഉണ്ട്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, കൗളമാർഗം എന്ന് പറയും. അത് പിന്നെ വാഗത്താനം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ആകെ വട്ടായി. കാര്യം ഞാൻ വിചാരിച്ചു ഒരു കല്യാണത്തിന് അല്ലേ. ഓക്കെ, സംഭവം നിങ്ങളുടെ ഉയർത്തുന്ന ആദർശത്തോട് നമ്മൾ യോജിപ്പുണ്ട്, ആശയത്തോട് യോജിപ്പില്ല.